പായം ഗ്രാമപഞ്ചായത്തിലെ കരിയാൽ എരുമത്തടം ഭാഗങ്ങളിൽ വ്യാപകമായിട്ടുള്ള കൃഷിനാശവും വീടും ഒക്കെ നശിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഇപ്പോൾ പായം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വില്ലേജ് ഓഫീസറൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, വളരെ വ്യാപകമായിട്ടുള്ള നാശമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? കരിയാൽ പായം മേഖലയിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റിലും അതുപോലെ മഴയിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇവിടെ തൊട്ട് മുന്നിൽ കാണുന്ന എലോങ്കൽ ബിനോയ് ഉൾപ്പെടെയുള്ള ഇരുമത്തടത്തിലുള്ള രാജീവൻ ഉൾപ്പെടെയുള്ള സാജുവിൻ്റെ വീട്, അങ്ങനെ 8-9ഓളം വീടുകൾ പൂർണ്ണമായി തകർന്ന നിലയിലാണത്. ഭാഗികമായി തകർന്ന വീടുകൾ, അതോടൊപ്പം തന്നെ കൃഷിനാശം, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കിടപ്പാടം നഷ്ടപ്പെട്ട വലിയ പ്രയാസമുണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസർ, ഓവർസിയറൊക്കെ രാവിലെ വന്നതിനുള്ള നാശനഷ്ടം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന, റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന പരമാവധി സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കുക. ഇന്നലെ വൈകുന്നേരം ഉണ്ടായ കനത്ത കാറ്റിൽ പായം കരിയാൽ മേഖലയിൽ ധാരാളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അനുവദിച്ച സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനുള്ള നടപടികൾ, അതായത് കക്ഷികളുടെ അപകടത്തിൽപ്പെട്ടവരുടെ കയ്യിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ച് സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. എല്ലാ വീടുകളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.